കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എല്ലാവരും വ്യക്തമായ ഒരു നിലപാടെടുത്തതാണ്. അതിൽ ഏറെ എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു ആലോചന ഇന്ന് എം.ടി. വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ എം.ടി. സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുമോ എന്നുള്ളതായിരുന്നു. കാരണം കൈരളിയിലും ദേശാഭിമാനിയിലും അദ്ദേഹത്തിൻ്റെതെന്ന പേരിൽ വന്ന വിശദീകരണം അത് ഇന്ന് ദേശാഭിമാനിയിൽ കോട്സ് കൂടി ഇട്ടാണ് കൊടുത്തതെന്നാണ് പത്രത്തിൽ നിന്ന് മനസ്സിലായത്. അതല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രതികരണം വിശദമായി വരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ.ഇ. സുധീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പിന്നീട് ഈ അവിടെ ഉണ്ടായ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അദ്ദേഹവുമായി സംസാരിച്ച് ഉള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ. ബാക്കിയെല്ലാം ആ പ്രസംഗം കേട്ടതിന് ശേഷം നമ്മളൊക്കെ നടത്തിയതുപോലെയുള്ള പ്രതികരണങ്ങളാണ്. അത് സാംസ്കാരിക മേഖലയിൽ നിന്ന് വരുന്നതടക്കം നമ്മൾ കാണുകയാണ്. പലതരത്തിലുള്ള പ്രതികരണങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഇതിൽ എനിക്കുള്ള കൃത്യമായ നിലപാട് ഇതിൽ ആത്മപരിശോധന നടത്തുമോ എന്ന ചോദ്യത്തിന് നടത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം നടത്താനാണെങ്കിൽ നേരത്തെ ഉണ്ണിസാർ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ സമയമുണ്ടായിരുന്നു. അതിനുള്ള സമയം കഴിഞ്ഞു. ആ സമയത്തൊക്കെ ഈ ആത്മപരിശോധന അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്വയം നിരീക്ഷണം നടത്തണം, സ്വയം വിചിന്തനം നടത്തണം, തെറ്റാണോ എന്ന് ഒരു ഉൾക്കാഴ്ചയോടുകൂടി പരിശോധിക്കാൻ അല്ലെങ്കിൽ ഒരു റീവിസിറ്റ് നടത്താനൊക്കെ ഒരാൾ തയ്യാറാകണം. അതിന് താല്പര്യമില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നടത്തുമോ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ചർച്ചകളെയെല്ലാം CPIM തന്നെ തള്ളിക്കളയുകയാണ്. അങ്ങനെയുള്ള ചർച്ചകൾക്ക് പോലും സാധ്യതയില്ല. പറഞ്ഞത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് ഒരു സ്വയം വിചിന്തനം ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. 2003 ലേഖനമാണ് ചരിത്രപരമായ ആവശ്യകത എന്ന ആ ലേഖനം രണ്ടിടങ്ങളിൽ നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ ആമുഖവും ഉപസംഹാരവും മാത്രമാണ് പുതുതായി ഈ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള വാദങ്ങൾ അവിടെ നിൽക്കട്ടെ. 2003 2024 പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാനുള്ളത് എം.ടി. വാസുദേവൻ നായർ അവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ആ ഒരു രേഖ അതൊരു ചരിത്ര ലിഖിതം പോലെ അവിടെ അവശേഷിക്കുകയുമാണ്. അത് 20 വർഷം മുൻപ് പറഞ്ഞതാണ് എന്ന യുക്തിക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ ഇടതുപക്ഷത്തിനെതിരെ സാംസ്കാരിക രംഗത്ത് നിന്ന് ഇക്കാലയളവിൽ കാര്യമായ വിമർശനമൊന്നും ഉയർന്നു വരാത്തതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൽ നിന്നും കൂടുതലായി എനിക്ക് പറയാനുള്ളത്. കാരണം അത്തരമുള്ള വിമർശനങ്ങൾക്ക് ഒരു സ്പേസ് ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അത്തരമുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരാത്ത ഒരു സാഹചര്യത്തിൽ എം.ടി. വാസുദേവൻ നായരെ പോലെ എല്ലാവരും ബഹുമാനിക്കുന്ന പ്രതിഭാധനനായ ഒരു എഴുത്തുകാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് മുൻപെഴുതിയതാണ്, മുൻപേ പറഞ്ഞതാണല്ലോ, ഇതിൽ പുതുമയില്ലല്ലോ എന്നൊക്കെ പറയുന്നതിനും അപ്പുറം അത് ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടാൻ പ്രസക്തിയുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ പ്രസക്തിയുള്ള വാക്കുകളാണ് എന്നതാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ ഒരു വീരാരാധന ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, പാട്ടുകൾ അതൊക്കെ വരികയാണ്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലേ എന്ന വാദത്തോടുകൂടി പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത് അത് EMS വിഭാവനം ചെയ്ത രീതിയിലുള്ള സംഭവങ്ങളല്ല സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ഇന്ന് ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രതികരണങ്ങൾ, കുറിപ്പുകൾ, ചിലരുടെയൊക്കെ സൗണ്ട് ബൈറ്റ്സ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നു. അതിൽ ബാലചന്ദ്ര മേനോൻ ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി നിൽക്കണോ പോണോ എന്ന തലക്കെട്ടോട് കൂടിയായിരുന്നു. അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അമിതാധികാരത്തെപ്പറ്റി എം.ടി. വാസുദേവൻ നായർ പറഞ്ഞ അത് 20 വർഷം മുൻപ് തയ്യാറാക്കിയ ഈ ലേഖനമാണെങ്കിൽ പോലും അമിതാധികാരത്തെ പറ്റിയാണ് അവിടെ എം.ടി. പറഞ്ഞത്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായത് ആകസ്മികമല്ല എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. മുന്നിലിരുന്ന സദസ്സിനെ കണ്ട് പ്രസംഗിക്കുന്നതും എഴുതി തയ്യാറാക്കിയ ഒരു ലേഖനം അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പ് അത് വായിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം പ്രസംഗവേദികളിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുമൊക്കെ പ്രസംഗവേദികളിലേക്ക് പോകുന്നവരാണ്. പ്രസംഗവേദിയിലേക്ക് പോകുമ്പോൾ ചെറു കുറിപ്പുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രസംഗം മുഴുവനായി പ്രസംഗിച്ച് തുടങ്ങുന്ന ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഒരു മുഴുവൻ പ്രസംഗം തന്നെ കയ്യിൽ ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ ചില പോയിന്റുകൾ മാത്രം മതി. ചിലത് സദസ്സിനെ കണ്ട ശേഷമാണ് പ്രസംഗിക്കുക. ആ ഒരു ശൈലി വെച്ചാണ് എനിക്കത്ര നിങ്ങളത്തെ ഇന്ന് പരിചയമില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ ഒരു ശൈലി വെച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല രീതികൾ പ്രസംഗത്തിന് പലരും അവലംബിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലരുടെയും പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 20 വർഷം മുൻപ് എഴുതിയ ലേഖനം തന്നെ ഈ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാൻ താൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് സുധീറിനോട് പറഞ്ഞിരുന്നുവെന്ന് സുധീർ തന്നെ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസംഗശേഷവും സംസാരിക്കുന്നുണ്ട് എം.ടിയുമായി സുധീർ. അപ്പോൾ ഒരു ആശയക്കുഴപ്പവും അവിടെയില്ല. കൃത്യമായി പറയാനുള്ള കാര്യം തന്നെയാണ് 2024 വേദിയിലും വന്ന് എം.ടി പറഞ്ഞത് എന്നതാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു നാവുപിഴയും അവിടെ സംഭവിച്ചിട്ടില്ല, ഒരു ആശയവ്യക്തത ഇല്ലായ്മയും അവിടെയില്ല. മുൻകൂട്ടി തയ്യാറാക്കിയതാണ്, ഉദ്ദേശിച്ച് കൃത്യമായി ആശയവ്യക്തതയോടെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. ബാലചന്ദ്ര മേനോൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാലചന്ദ്ര മേനോനാണോ അതോ ബാലേന്ദ്ര ചുള്ളിക്കാടാണോ? ബാലചന്ദ്ര മേനോൻ പറഞ്ഞ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്, ഇത് അദ്ദേഹം എടുത്തു വെക്കുന്ന ഒരു കോട്ടാണ്. അപ്പോൾ അതേക്കുറിച്ചുള്ള ഒരു ചർച്ചകൾ നടക്കട്ടെ എന്ന് വെച്ചായിരിക്കാം ആ ഒരു കോട്ട് അദ്ദേഹം എടുത്തിട്ടതെന്ന് കൂടി ഞാൻ കരുതുന്നു.
ഇക്കാര്യത്തിൽ MT വാസുദേവൻ നായർ ഇനി എന്ത് പറയും എന്നതിലാണ് ഈ വാർത്തയുടെ മെറിറ്റ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അദ്ദേഹം തിരുത്താതെ അദ്ദേഹം പറഞ്ഞത് അതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ യുക്തി ഇനി വിലപ്പോവില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ MK സാനുമാഷി എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതുകൊണ്ട് പിണറായി ഭരണവും ഉദ്ദേശിച്ചിരിക്കാം. അങ്ങനെയുള്ള ഒരു താരതമ്യമല്ല. കേൾക്കുന്നവന് തോന്നുന്നത് എന്താണോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എന്താണോ അതാണ് അതിൻ്റെ ഒരു സാങ്കത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തസ്സത്ത എന്നൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം CPIM-നെയും സർക്കാരിനെയുമാണ് വിമർശിച്ചത് എന്ന പൂർണ്ണ ബോധ്യമാണ് MT-യുടെ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, ഇടതുപക്ഷത്തുള്ള ചിലർക്കൊഴികെ എന്നതാണ് ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഇന്ന് വന്ന പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ രാഷ്ട്രീയ വിമർശനത്തിൽ പുതുമയില്ല എന്ന വാദം നിലനിൽക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം, രാഷ്ട്രീയ വിമർശനം എന്ന് പറയുന്നത് അത് കാലാതിവർത്തിയായി ഒരേ തരത്തിലുള്ള പാറ്റേൺ ആണ് തുടരുന്നതെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ ഒരു തിരുത്തൽ വരുന്നില്ല, അതിലൊരു ആഴത്തിലുള്ള പരിശോധന നടക്കുന്നില്ല. നേരത്തെ ചെയ്ത തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നേരത്തെ ഉയർത്തിയ വിമർശനം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് അന്നത്തെ ലേഖനത്തിൽ ഇന്നും പ്രസക്തിയുണ്ട്, അന്ന് MT എഴുതി വെച്ചത് ഇന്ന് പറയുന്നതിനും പ്രസക്തിയുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അധികാരത്തെക്കുറിച്ച്, അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ച്, അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജയെക്കുറിച്ച് അത് വിമർശന വിധേയമാകേണ്ടതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഈ സൂര്യനും കഴുകനും ഒക്കെ കാണുമ്പോൾ എനിക്കും വ്യക്തിപരമായി തോന്നുന്നത്. അതുകൊണ്ട് ചരിത്രപരമായ ഒരു ആവശ്യമാണ് എന്നത് ആ പുസ്തകത്തിൻ്റേത് മാത്രമല്ല, ഇന്ന് MT-യുടെ ഈ വാചകവും ചരിത്രപരമായ ഒരു ആവശ്യമായിരുന്നു. അത് പറയാൻ MT എങ്കിലും ഉണ്ടായല്ലോ എന്നത് കരുതി അഭിമാനിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും അധികാരികളുടെ മുന്നിൽ അവർ പറയുന്നതൊക്കെ കേട്ട് വഴങ്ങി അങ്ങനെ നിന്നുകൊണ്ട് അങ്ങനെ കിട്ടുന്ന പദവികളുടെ താൽക്കാലിക തിളക്കങ്ങൾ, അതിനൊക്കെ പിന്നാലെ ഭ്രമിച്ചു പോകുന്ന ഒരുപാട് പേരുള്ള ഒരു കാലത്താണ് MT ഇത് പറയുന്നത്. അപ്പോൾ MT അത് പറയുന്നത് എല്ലാവർക്കുമുള്ള കൃത്യമായ ഒരു സൂചനയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം കൃത്യമായ ചരിത്ര ബോധ്യത്തോടു കൂടിയാണ് ഓരോ കാലഘട്ടങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് നേർക്കുനേർ നിന്ന് ഇങ്ങനെയൊരു സംഭാഷണം അവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാതുള്ളവർക്ക് ഇത് കേൾക്കാൻ കഴിയും, തെറ്റുതിരുത്താൻ മനസ്സുള്ളവർക്ക് അത് തിരുത്താനും കഴിയും. ഇതിന് മനസ്സില്ല, ഇതല്ല അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ വെറുതെ അധര വ്യായാമം നടത്തുകയല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും MT വാസുദേവൻ നായരെ പോലെ ഒരാൾ ഇത് തുറന്നു പറഞ്ഞത് അത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് ഏറ്റവും ഉചിതമായ ഒന്നാണെന്നും ഞാൻ കരുതുന്നു. Meet the editors.